മലയാളികളുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ചൂട്. വീട് വെക്കുമ്പം ഇതൊന്ന് ശ്രദ്ധിച്ചാൽ വീട് കൂളാക്കാം. ജോൽ, ഞങ്ങൾ ഈ വീട്ടിൽ പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഓപ്പണിങ്സും ഗ്ലേസിംഗും ഒക്കെ ഉണ്ടായിട്ട് ചൂട് അല്പം കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. അതെങ്ങനെയാണ് നിങ്ങൾ അറ്റൈൻ ചെയ്തത് ഈ വീട്ടിൽ? ചൂട് മൊത്തം കുറവാന്നല്ല, ചൂട് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും, അത്രേ പറയാൻ പറ്റുള്ളൂ. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഇതിന്റെ ഒരു കാർഡിനൽ ഡയറക്ഷൻസ് വെച്ചിട്ടാണ് ഇതിന്റെ ഓപ്പണിങ്സിനെ മുഴുവൻ പ്ലാൻ ചെയ്തത്. അതായത് അതിൽ സൗത്തിലേക്ക് വന്നപ്പോൾ സൗത്തിലെ ഓപ്പണിങ്സ് മൊത്തം ലിമിറ്റഡ് ആണ്. വെന്റിലേഷൻസ് അല്ലെങ്കിൽ ക്ലിയർ സ്റ്റോറി വിൻഡോസ് അങ്ങനെ ചെറിയ ഓപ്പണിങ്സ് സൗത്തിലുള്ളൂ. അതുപോലെ വെസ്റ്റിലും ഓപ്പണിങ്സ് വളരെ ചെറുതാണ് ഇതിനകത്ത്. അപ്പം സൺ ശരിക്കും സൗത്ത് ഇൻക്ലൈൻഡ് ആയിട്ടാണ് വെസ്റ്റിലേക്ക് പോകുന്നത്. അപ്പോൾ സൗത്ത് വെസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ ചൂടുള്ള സ്ഥലം. അവിടെ ഓപ്പണിങ്സ് വളരെ ചെറുതാണ്. അതേസമയം നോർത്തിലും ഈസ്റ്റിലും ഓപ്പണിങ്സ് വളരെ വലുതാണ്. ഈ രണ്ട് സൈഡിലെ ഓപ്പണിങ്സ് തമ്മിലും ഒരു പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള സൈസ് ഡിഫറൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഷർ ഡിഫറൻസിൽ പ്രോപ്പർ ആയിട്ട് ഇതിനകത്ത് എയർ സർക്കുലേഷൻ, ക്രോസ് വെന്റിലേഷൻ നടക്കുന്നുണ്ട്. രണ്ട് സൈഡിലും സെയിം സൈസിലല്ല വിൻഡോസ്, ഒരിടത്ത് ചെറുതും ഒരിടത്ത് വലുത്. അപ്പോൾ പ്രോപ്പർ ആയിട്ട് സർക്കുലേഷൻ നടക്കും. അതാണ് കമ്പാരിറ്റീവ്ലി ഉള്ള വീടുകളെ അപേക്ഷിച്ച് കുറച്ച് ചൂട് കുറവായിരിക്കും.